മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എനിക്ക് വേണ്ടിയല്ലേ നിങ്ങളെ കഷ്ടപ്പെടുന്നേ? എന്നിട്ടും യാതൊരു ഫലവും ഇല്ലല്ലോ. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ആ നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു കിട്ടിയില്ല. എങ്കിൽ പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാന്ന് കരുതിയപ്പോ അതിനും തടസ്സം. ഇതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്തിനാ ഭഗവാൻ എന്നിങ്ങനെ കൈവെടിയെന്ന്? മോള് വിഷമിക്കാതെ. ഒരു ദുസൂചന ഉണ്ടെന്ന് മാത്രമേ തന്ത്രി പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പ്രതിഷ്ഠ നടക്കില്ല എന്നല്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മീരയ്ക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. മീരയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരു വിഗ്രഹം വാങ്ങിവെച്ച് പഴയ പോലെ പ്രാർത്ഥിച്ചാ പോരെ? അതാവുമ്പോ മറ്റു പ്രശ്നങ്ങളും ഇല്ലല്ലോ. ഞാൻ ഇനി ഒന്നിനും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ തീരുമാനം അതെന്തായാലും അതിനൊപ്പം നിൽക്കാൻ ഞാനും തയ്യാറാ. എത്രയും വെച്ചിട്ടാ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ? മോൾ ഇങ്ങനെയൊന്നും പറയരുത്. മോൾക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അച്ഛന് ബുദ്ധിമുട്ടല്ല. സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ മോൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതും. മീരയുടെ ആഗ്രഹം നടക്കണം. കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. ഇതുവരെ എല്ലാം കൊണ്ട് എത്തിച്ചിട്ട് പിന്നോട്ട് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നീ എന്തറിഞ്ഞിട്ടാ സൂരജ് ഈ പറയുന്നത്? ഒന്നാമത് ആ ക്ഷേത്രം നമുക്ക് വിട്ടുകിട്ടിയിട്ടില്ല, മറ്റാരുടെയാണത്. ഇപ്പൊ അവിടെ പ്രതിഷ്ഠ നടത്തുന്നതുകൊണ്ട് സത്യത്തിൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ അല്ല ബീന. ക്ഷേത്രം ആരുടെ ആയാലും അത് മീരയുടെ കുടുംബക്ഷേത്രമാണ്. ബീനാമ്മ പറഞ്ഞ പോലെ ഞാൻ വേണമെങ്കിൽ ഇവിടെ പൂജ നടത്തിക്കോളാം അച്ഛാ. അത് വേണ്ട. നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവും. അത് നടക്കുകയും ചെയ്യും. മോള് വെറുതെ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്തിനും മോൾക്കൊപ്പം അച്ഛനും ഉണ്ടാവും. മറ്റൊന്നും അച്ഛനെ തളർത്തില്ല. പക്ഷേ മോള് വിഷമിച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കൊരു സങ്കടവും ഇല്ല. എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ സങ്കടപ്പെടാതിരുന്നാൽ മാത്രം മതി. നിങ്ങളൊക്കെ ഇങ്ങനെ തളർന്നു പോകരുത്. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോ ഒരുപാട് പേര് മീരയ്ക്കൊപ്പം ഉണ്ട്. ധൈര്യമായിരിക്കേ. അതെ, സൂരജ് പറഞ്ഞതാ ശരി. മോള് ധൈര്യമായിട്ട് അകത്തേക്ക് ചെല്ല്. മീരയ്ക്ക് ആ കുടുംബക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠയും നിസ്സാര കാര്യമല്ല. അതിന് പകരമാവില്ല ഏതെങ്കിലും ഒരു വിഗ്രഹം മേടിച്ചു വെച്ച് പൂജിക്കുന്നത്. അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ് നമ്മൾ രക്ഷിതാക്കൾ ഇപ്പൊ ചെയ്യേണ്ടത്. അയ്യോ ഹരിയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ടപ്പോ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ടത്തരം പറഞ്ഞതായിട്ട് മാത്രം കൂട്ടിയാ മതി. അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടാ, അവക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചാ പോരെ? അമ്മ എന്തൊക്കെ പറഞ്ഞു തടഞ്ഞാലും അവരിത് നടത്തും. പിന്നെ നമ്മളായിട്ട് എതിര് നിന്നിട്ട് എന്ത് കാര്യം? എതിര് നിൽക്കുന്നതിന്റെ പേരിൽ ഹരിയച്ചന്റെയും മീരയുടെയും മനസ്സിൽ നമ്മളോട് അകൽച്ച വരുമെന്ന് മാത്രം. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കണം. നമ്മുടെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു നിൽക്കുന്നുവെന്ന് കരുതി ഒരിക്കലും പിടിക്കപ്പെട്ടുകൂടായികയില്ല. അതുകൊണ്ട് ആളുകളുടെ വെറുപ്പ് അധികം സമ്പാദിക്കാതിരിക്കുന്നതാണ് നല്ലത്. നീ പറയുന്നതിൽ കാര്യമുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം.
ആ പിന്നെ ആ വിഗ്രഹം നഷ്ടപ്പെടാൻ നമ്മളും കൂടെ കാരണക്കാരാണ്. അതിനൊരു പരിഹാരമാകും ഈ പുനഃപ്രതിഷ്ഠയെങ്കിൽ അത് നല്ലതല്ലേ അമ്മേ? ആ അതെ, നീ അമ്മയോട് ക്ഷമിക്ക്. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് തന്ത്രി പറഞ്ഞതെന്താ? കാരണമൊന്നും പറഞ്ഞില്ല, പരിഹാരവും പറഞ്ഞില്ല. തൽക്കാലം എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ടു പോകാന്നാ തന്ത്രി പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് നമ്മളാരും ഒന്നിനെയും ദ്രോഹിച്ചിട്ടില്ല, മഹാപാപങ്ങളും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇത്തരം സങ്കടങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണാവോ? ഒരിക്കൽ തറവാട്ടിൽ സംഭവിച്ച ദുരന്തങ്ങൾക്കെല്ലാം ഞാൻ സാക്ഷിയായതാണ്. ഇനിയും അത്തരം അനർത്ഥങ്ങളൊന്നും കാണാൻ എനിക്ക് വയ്യ മോനെ. അമ്മ വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കുമോ? തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രതിഷ്ഠ നടന്നു കാണണമെന്ന് മാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ. തറവാട്ടിൽ കാരണവന്മാരായി തലമുറകളോളം പൂജിച്ചു വന്ന വിഗ്രഹം നഷ്ടപ്പെട്ടു. ഇതിപ്പോ പുതിയ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അതിലും തടസ്സം ഉണ്ടാവാനാണോ വിധി? അത്രയ്ക്കും ഈശ്വരാധീനം ഇല്ലാതായോ നമുക്ക്? അമ്മേ, എന്ത് തടസ്സം ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമല്ലേ? ആർക്കും ഒരു ദ്രോഹമോ ദോഷമോ ഒന്നും അല്ലല്ലോ. അതെ ഭഗവാനെ, കൃഷ്ണ, ഭക്തവത്സല, നിനക്കായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നത്. അതിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഭംഗിയായി നടത്താൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഭഗവാനെ. എന്തുപറ്റി? ഇന്നും സങ്കടങ്ങളാണെന്ന് തോന്നുന്നു. കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ടാവുന്ന തന്ത്രി അച്ഛനോടും അമ്മാവനോടും പറഞ്ഞു. അതിനെന്താ? തടസ്സങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കണം. അങ്ങനെയല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതെ, പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരുപാട് പ്രതീക്ഷയോടെയാ കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ അവസാന നിമിഷത്തില് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേൾക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഭാവിയെക്കുറിച്ച് ആർക്കാണ് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുക? ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്കാർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന പ്രവചനങ്ങളെ അന്ധമായി വിശ്വസിക്കുകയും വേണ്ട. ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവം നടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നും ആ സമയത്ത് നമ്മുടെ നിലപാട് എന്താണെന്നും നമുക്കറിയില്ലല്ലോ. ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നല്ലതിനു വേണ്ടിയാണെങ്കിലോ? അതെങ്ങനെയാ? കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്താതിരുന്ന അതെങ്ങനെയാ നല്ലതിനാവുക? പഴയ വിഗ്രഹം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതല്ലാതെ ഞങ്ങൾക്ക് ആശ്വസിക്കാൻ വേറെ എന്താ വഴിയുള്ളത്? അതൊന്നും ആലോചിച്ച് മീര ഇപ്പൊ വിഷമിക്കണ്ട. അതിനെല്ലാം ഉത്തരം ആ സമയത്ത് കിട്ടും. ഭാവിയിൽ സംഭവിക്കുന്നതെല്ലാം അറിഞ്ഞിപ്പോ ജീവിച്ചാൽ ഈ ജീവിതം എത്ര ബോറായിരിക്കും. ഭാവിയുടെ ഈ അനിശ്ചിതത്വമല്ലേ ജീവിതത്തിന്റെ ത്രില്ല്. താൻ വെറുതെ എല്ലാത്തിനും ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കേ. ഇത്ര വലിയ ഭക്തിയായിട്ട് ഭഗവാനിൽ ഇത്ര വിശ്വാസമില്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ. ആകെ വിശ്വാസമുള്ളത് ഭഗവാനെ മാത്ര.
എല്ലാം ഭഗവാനിൽ അർപ്പിച്ച ഞാൻ ജീവിക്കുന്നത് തന്നെ. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? മീര ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഭഗവാന് ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ഭഗവാനെ വിശ്വാസമുള്ളപ്പോ സംശയം മനസ്സിലുണ്ടാവാൻ പാടില്ല. അപ്പോ എല്ലാം ശരിയാവും, ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്നാണോ മുകുന്ദേട്ടൻ പറയുന്നത്? ഭാവിയിൽ നമുക്ക് നല്ലത് സംഭവിക്കുമെന്നോ മോശം സംഭവിക്കുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെങ്കിലും അത് സംഭവിക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായാണോ ചെയ്യുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ ശ്രദ്ധ കൊടുക്കുക. ഏറ്റവും നന്നായി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. ബാക്കിയെല്ലാം ഈശ്വരന്റെ ജോലിയാണ്. ശരി, ഞാനെന്നാ അങ്ങനെ തന്നെ ചിന്തിക്കാൻ ശ്രമിക്കാം. ഇനി വെറുതെ വിഷമിക്കാതെ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലൂ. എല്ലാം ശരിയാവും. ശരി. തഞ്ചാവൂരിൽ നിന്ന് അവർ വിളിച്ചിരുന്നു. വിഗ്രഹം രാവിലെ എത്തുമെന്നാ പറഞ്ഞ. രാവിലെയോ? അത് ശരിയാവോ? എല്ലാ സമയത്ത് വെച്ചാ എന്തെങ്കിലും തടസ്സം ഉണ്ടായെങ്കിലോ? ശരിയാ, പക്ഷെ എന്ത് ചെയ്യാനാ, അവരെത്തിക്കാൻ നേരത്തെ പറഞ്ഞോണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി കളക്ട് ചെയ്തേനെ. മറ്റൊന്നും കൊണ്ടല്ല. ഇനി ഈ കാര്യത്തിലൂടെ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അതെന്റെ മീരമോൾക്ക് സഹിക്കാൻ പറ്റില്ല. അവള് പൂജിച്ച കൃഷ്ണവിഗ്രഹം തിരിച്ചു കിട്ടാത്തതിന്റെ വലിയ വിഷമം എന്റെ മോളുടെ മനസ്സിലുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു തീരുമാനം പറഞ്ഞപ്പോ അതിനോട് പൊരുത്തപ്പെട്ടതാ. എനിക്ക് മനസ്സിലാവും ഹരി, പക്ഷെ ഇക്കാര്യത്തിൽ നമ്മൾ നിസ്സഹായരായി പോയില്ലേ? അവളുടെ വിഗ്രഹം തിരിച്ചു കിട്ടാൻ നമ്മളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്തതല്ലേ? എല്ലാത്തിനും ഒരു വിധിയുണ്ടല്ലോ, അതുപോലല്ലേ നടക്കൂ. നമ്മൾ മനുഷ്യർ എന്തൊക്കെ ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും നടത്തിത്തരുന്നത് മുകളിലുള്ള ആ ശക്തിയല്ലേ? അതെ, എല്ലാം ഭംഗിയായി നടക്കൂന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. മീരമോളെ പോലെ തന്നെ അമ്മയും വലിയ സന്തോഷത്തിലാ. ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠ കഴിഞ്ഞാൽ മാത്രമേ അമ്മയ്ക്കും സമാധാനമാവൂ. പ്രതിഷ്ഠയ്ക്ക് വരുന്ന തന്ത്രിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തു വച്ചാൽ വിഗ്രഹം എത്തിയാലുടൻ ചടങ്ങുകൾ ആരംഭിക്കാമല്ലോ. അതേക്കുറിച്ചൊന്നും ഓർത്ത് ഹരി ടെൻഷനാവണ്ട. എല്ലാം ഭംഗിയായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ തന്ത്രിയും കൂട്ടി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാം. ഹരി എല്ലാവരെയും കൂട്ടി വന്നാൽ മതി. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്നെ വിളിക്കണം, ഞാൻ എത്തിക്കോളാം. കൂടുതലായി ഒന്നും ചെയ്യാനില്ലല്ലോ, വിഗ്രഹം മാത്രം എത്തിയാൽ മതി. ഇനി ആ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അവർ ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം ഏറ്റെടുത്തല്ലേ, അതും ഭഗവാന്റെ കാര്യം. അത് കൃത്യസമയത്തെത്തും, പ്രതിഷ്ഠ ഭംഗിയായി നടക്കുകയും ചെയ്യും. അതോടെ എല്ലാവരുടെയും മനസ്സിൽ വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾക്കൊരാശ്വാസവും ആവും. അമ്മയ്ക്കും മീരമോൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും സന്തോഷവും ആവും. വിഗ്രഹം നഷ്ടപ്പെട്ടത് മുതൽ എൻ്റെ മോളുടെ മുഖത്ത് ചിരി മങ്ങിയതാ. ഇനിയെങ്കിലും അവളുടെ ചിരിക്കുന്ന മുഖം എനിക്ക് കാണണം. ആ ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. എല്ലാം ശരിയാവും ഹരി. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നില്ലേ? അത് ഭഗവാൻ കാണാതെ പോയില്ല, എനിക്കുറപ്പാ. സത്യത്തിൽ ഹരി ഭാഗ്യം ചെയ്ത അച്ഛനാ. അതെന്താ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് എന്തൊക്കെ വാശിയാ. രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും പരാതി മാത്രം പറയും. പിന്നെ ആവശ്യമില്ലാത്ത ഓരോ കുഴപ്പങ്ങളിൽ പോയി ചാടുകയും ചെയ്യും. നമ്മുടെ മീരമോള്, അവളെക്കുറിച്ച് ഇന്ന് വരെ എല്ലാവരും നല്ലത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും അവളെക്കുറിച്ച് ഒരേ അഭിപ്രായമാണ്. വാശിക്കാരിയല്ല, ആരെയും വേദനിപ്പിച്ച് സംസാരിക്കില്ല, ഒന്നിനോട് അമിതമായ ആഗ്രഹവും ഇല്ല. പാവം, അവൾ ആഗ്രഹിച്ചത് ഈ ഒരു കാര്യം മാത്രമാണ്. അതെ, എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ. അതുകൊണ്ടാ ഈ ചടങ്ങിനൊരു തടസ്സവും കുറവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ഹരി ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ കൂടെ. എല്ലാം ഭംഗിയായി തന്നെ നടക്കുന്നു. ഒന്ന് വേഗം വാ. അന്ന് പോലീസ് ഉണ്ടാ നമ്മളെ പൊക്കൂലേ? അതിന് നമുക്ക് കാട് വഴി പോവാം, അവിടെ പോലീസ് ഉണ്ടാവില്ല.
ഇതെങ്ങനെയെങ്കിലും ഇന്ന് കൊടുത്തേ പറ്റൂ. ഇനി ഇത് കുറെ നാൾ കൈവച്ചോണ്ടിരുന്ന ശരിയാവൂല. എന്നാ വേഗം കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങി. വേഗം വണ്ടിയെടു. അണ്ണാ കയറിയോ? ഓ വേഗം വണ്ടിയെടു. വണ്ടിക്ക് എന്താ പറ്റിയേ? അണ്ണാ പോലീസ് വരുന്നു. അത് ആംബുലൻസിന്റെ സൗണ്ട് അല്ലേ? പോലീസാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനെന്നാ വിഗ്രഹം കൊണ്ട് കാടിന്റെ അപ്പുറത്തേക്ക് നടന്നു വരാം. അണ്ണ വണ്ടി കൊണ്ടുവാ. അതുകൊണ്ടാ ഞാൻ വിഗ്രഹം കൊണ്ടുവരാം, നീ വണ്ടിയും കൊണ്ടുവന്നാ മതി. ശരി അണ്ണാ. വിഗ്രഹമായിട്ട് അവര് രാവിലെ എത്തുന്നാ പറഞ്ഞിരുന്നേ. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ഞാൻ വിളിച്ചു നോക്കിയിട്ട് ആരും കോൾ എടുത്തില്ല. തഞ്ചാവൂരെ നമ്പറെ വിളിച്ചിരുന്നോ? ഇല്ല, അവിടെ നിന്ന് അവർ പുറപ്പെട്ടു. അവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് തന്നിരുന്നു. അതിലേക്കാണ് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുത്തത്. പേടിക്കണ്ട, അവരിങ്ങ് എത്തിക്കോളും. ഒരു നല്ല കാര്യം നടക്കും മുമ്പ് കുറെ തടസ്സങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാവും, അത് സാധാരണയാ. ഭഗവാനെ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ടെൻഷനാക്കുന്നേ? ഞാൻ തഞ്ചാവൂർക്കൊന്ന് വിളിച്ചു നോക്കാം. എന്താണോ നടക്കുന്നത്? ഭഗവാൻ എന്തോ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങള് താമസിച്ചോ? ഇല്ല,
പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ അതിന്റെ ഒരു ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. അതെന്താ വരാത്തത്? തുടക്കത്തിലെ തന്നെ തടസ്സങ്ങളാണല്ലോ. ഞാൻ തഞ്ചാവൂര് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരാ വിളിക്കുന്നത്. ഹലോ, യോ എവിടെ വെച്ച്? ദൈവമേ, ഇനി എന്ത് ചെയ്യും? നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ശരി, എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. എന്തു പറ്റി മനോജ്? അവര് വന്ന വണ്ടി ആക്സിഡന്റ് ആയി. വിഗ്രഹം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നാ പറയുന്നത്. ഈശ്വര, ആളുകൾക്കാർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വിഗ്രഹം പുതിയതുണ്ടാക്കിക്കണം. അന്ന് നിമിത്തത്തിൽ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അത് ഇങ്ങനെ ഒന്നാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് തന്നെ വേറെ വിഗ്രഹം കിട്ടാൻ വഴിയുണ്ടോ? നമുക്ക് വേണ്ട രീതിയിൽ ലക്ഷണമൊത്ത വിഗ്രഹം വേണം. അത് എവിടുന്ന് കിട്ടുമെന്ന് കരുതിയാ നമ്മൾ തേടുക. ഇവിടെ ഒരു ക്ഷേത്രം വേണ്ടെന്നാണോ ഭഗവാന്റെ തീരുമാനം? അറിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല.